കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്തുന്ന CBIക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചനകൾ പുറത്തുവരുന്നത്. കേസിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് പുതിയ ഊർജം പകരുകയാണ്. യാതൊരു തുമ്പം ലഭിക്കാത്ത അന്വേഷണം ഏറെക്കുറെ നിലച്ച അവസ്ഥയിലായിരുന്നു. ഈ കേസിൽ CBIക്ക് ലഭിച്ച പുതിയ വിവരങ്ങൾ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വഴിത്തിരിവായിട്ടുണ്ട്. 2018 മാർച്ച് 22-നാണ് കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിനെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ വീട്ടിൽ വെച്ച് കാണാതായിരുന്നത്. BCom വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന രാവിലെ വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തുള്ള ബസ്സിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസ് നൽകിയ മൊഴി. എന്നാൽ പിന്നീട് ജസ്നയെ കുറിച്ച് യാതൊരു വിവരം ലഭ്യമല്ലായിരുന്നു. ഈ തിരോധനവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ കാര്യമായി പുരോഗതി ഇല്ലാതെ വന്നതോടെയാണ് കേസ് CBIക്ക് കൈമാറാൻ തീരുമാനിച്ചത്. CBI അന്വേഷണം ഏറ്റെടുത്തെങ്കിലും കാര്യമായ തുമ്പുകളൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ജസ്നയെ കുറിച്ച് യാതൊരു വിവരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് CBI നേരത്തെ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് ജസ്നയുടെ കുടുംബത്തെയും പൊതുസമൂഹത്തെയും നിരാശപ്പെടുത്തി. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണം സംഭവിച്ചോ എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി കേസ് എങ്ങും എത്താതെ നിൽക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. തന്റെ മകളുടെ തിരോധാനത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ ജെയിംസ് ജോസഫ് നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ കേസിന് ഒരു വഴിത്തിരിവായത്.